നമ്മുടെ നാട്ടിലുള്ള ഒരാൾ, നമ്മുടെ വീട്ടിലെ ഒരാൾ, നമുക്കാകെ ചിരപരിചിതനായ ഒരാൾ, നമുക്കെല്ലാം അറിയുന്ന ആൾ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. വലിയൊരു വിയോഗമാണ് മലയാളക്കര കാണുന്നത്. കേരളം ഇപ്പോൾ ആ വിയോഗ വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും, എല്ലാ വീട്ടിലും ദുഃഖമാണ്, എല്ലാവരുടെയും മനസ്സിൽ ദുഃഖമാണ്. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായി തിളങ്ങിയ ശ്രീനിവാസൻ കാലയവനികയ്ക്കുള്ളിൽ മറയുന്നു. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. പ്രായം ഏറെക്കാലമായി അസുഖബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. പിന്നീട് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ അന്ത്യം സംഭവത്തിന് ശേഷം കൊച്ചിക്ക് കണ്ടനാട്ട് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചവിടെ നടൻ മമ്മൂട്ടി ഉൾപ്പെടെ കേരളക്കരയാകെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ ലോകം എത്രത്തോളം വലുതാണ് എന്നത് ഒരു മലയാളിക്കും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല. അത്രമേൽ പ്രിയങ്കരനായ, ചിരപരിചിതനായ ഒരാൾ നമ്മെ വിട്ടുപിരിയുകയാണ്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തും. ഉച്ചയ്ക്ക് ഒരു മണിയോടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പിന്നീട് എറണാകുളം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. 3 മണിവരെ അവിടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. മക്കളെ ഉൾപ്പെടെ ഉറ്റവരെ നമുക്ക് ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന വീട്ടിൽ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. നാളെ രാവിലെ 10 മണിക്ക് കണ്ടാട്ട് വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പം മുമ്പാണ് മമ്മൂട്ടി പ്രിയപ്പെട്ട സഹപ്രവർത്തകന്, പ്രിയപ്പെട്ട സുഹൃത്തിന്, നിരവധി കഥാപാത്രങ്ങളെ ഒരുമിച്ച് അമൂല്യമാക്കിയ മലയാളത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട മലയാള സിനിമയുടെ എക്കാലത്തെയും തലയെടുപ്പുള്ള നടന്, എഴുത്തുകാരന്, സംവിധായകന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയത്. രഞ്ജി പണിക്കർ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഉറ്റവർക്കൊപ്പം അത്രമേൽ ഉറ്റവരായ സിനിമാ പ്രവർത്തകരും ഇപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി വീട്ടിലേക്ക് എത്തുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമുണ്ട്. ശ്യാം, മമ്മൂട്ടി ഉൾപ്പെടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം അവിടേക്ക് എത്തുകയാണ്. ഓക്കെ. രതീഷ്, അതായത് മമ്മൂട്ടി അടക്കമുള്ള നിരവധി പേർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇനി ആ മൃതദേഹം ഇവിടെ നിന്നും ടൗൺ ഹാളിൽ കൊണ്ടുപോവുകയാണ്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വന്നത് മുഖ്യമന്ത്രി ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പ നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ആ മൃതദേഹം ഈ വീട്ടിൽ നിന്നും ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. എറണാകുളത്ത് ടൗൺ ഹാളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് പൊതുജനങ്ങൾക്കടക്കം എത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുക. അവിടെ ഏകദേശം ഒരു 3 മണിക്കൂർ സമയം വെക്കാം എന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പിന്നീട് ഈ വീട്ടിലേക്ക് തന്നെ എത്തിക്കും. നാളെ രാവിലെ 10 മണിയോടുകൂടി ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളും മറ്റുമൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ വീട്ടിലുള്ളത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഭാര്യ വിമല ഉൾപ്പെടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നാട്ടുകാരുമൊക്കെയാണ്. സിനിമാ മേഖലയിലെ നിരവധി ഇവിടെ ഉണ്ട്. രഞ്ജി പണിക്കരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ വീട്ടിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് ഇറക്കും. ഈ നാടുമായും മറ്റും വളരെയേറെ അടുത്ത ആത്മബന്ധമാണ് ശ്രീനിവാസൻ താൻ ഇവിടെ ഈ കണ്ടനാട്ടെ ഉദയംപേര് വന്ന ശേഷം പുലർത്തിപ്പോകുന്നത്. ഇവിടെ ഒരു കർഷകനായിട്ട്, ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിൽ നിറയെ നമുക്ക് കാണാൻ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇവിടെ മരങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാടമുണ്ട്. ആ പാടത്ത് നെല്ല് വിളഞ്ഞു കിടക്കുന്നതുമൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം അദ്ദേഹം തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെയോടുകൂടി അമൃത ആശുപത്രിയിലേക്ക് ഡയാലിസിസിന് കൊണ്ടുപോവുകയായിരുന്നു. പോകുന്ന വഴിയാണ് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് തൃപ്പൂണിത്തുറയിലെ ജനറൽ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ അദ്ദേഹത്തെ കയറ്റുന്നത്. പക്ഷേ അവിടെ എത്തിച്ചപ്പോൾ വളരെ അസുഖം ഗുരുതരമായി ബാധിച്ചിരുന്നു. അതിനാൽ തന്നെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർമാർ ഏറെ ശ്രമിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ ആശുപത്രിയിലേക്ക് സിനിമാ പ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയായിരുന്നു. നടൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തി. മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ എടുക്കുകയാണ്. മൃതദേഹം വീട്ടിൽ നിന്നും ആംബുലൻസിലേക്ക് കയറ്റി വീട്ടിൽ നിന്ന് ആംബുലൻസിലേക്ക് എടുക്കാനുള്ള സമയമായി. ടൗൺ ഹാളിലാണ് ഈ പൊതുദർശനം നടക്കുക. എത്രയെത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ തിളക്കമാർന്ന് മിഴിവാർന്ന് ഇപ്പോൾ കണ്ണീർക്കണമായി ശ്രീനിവാസൻ സ്ക്രീനിന് പിന്നിലേക്ക് മറയുമ്പോൾ ഓർത്തെടുക്കാൻ കഴിയുക.